ഓക്കെ, അടുത്തത് സീരിയൽ മൾട്ടി സ്റ്റേജ് മോഡൽ. നമുക്ക് ഇത് ഡിസ്കസ് ചെയ്ത് പോകാം. സപ്പോസ് ദെയർ ഈസ് എ സിസ്റ്റം വിച്ച് ഈസ് ഇനീഷ്യലി ഇൻ എ സ്റ്റേജ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വെക്ടർ എക്സ് എൻ. അപ്പോൾ ഇപ്പോൾ എക്സ് എൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് റെഡ്യൂസ് ചെയ്ത് എക്സ് നോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ളൊരു കേസാണ് ഇവിടെ വരിക. ഓക്കെ, ദ സ്റ്റേജ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വെക്ടർ എക്സ് എൻ and as a result of certain decisions denoted by the vector u. അപ്പോൾ ഡിസിഷൻ വേരിയബിൾ യു ആണ്. ഫൈനലി അസ്യൂംസ് ദ സ്റ്റേറ്റ് എക്സ് നോട്ട്. അപ്പോൾ എക്സ് എന്നിൽ തുടങ്ങി യു എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിളിൽ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എക്സ് നോട്ടിൽ എത്തണം. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് എൻ ആണ്, ഡിസിഷൻ വേരിയബിൾ യു ആണ്. അവിടുന്ന് ആ ഡിസിഷൻ വേരിയബിൾ യൂസ് ചെയ്ത് ഔട്ട്പുട്ടായ എക്സ് എന്നിലേക്ക് എത്തണം. അപ്പം ദ ബോക്സ് റെപ്രസെൻറ്റ്സ് ദ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ടി എൻ which finally may be written as x naught is equal to, ഇവിടുത്തെ ഔട്ട്പുട്ട് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ടി എൻ ഓഫ് എക്സ് എൻ ആൻഡ് യു. So x naught is equal to Tn of x and u. We may regard xn as the input, ഇവിടെ xn input എന്ന് വിളിക്കാം, and x naught as the output അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ. ഈ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് എക്സിന് അവിടുത്തെ ഇൻപുട്ടും എക്സ് നോട്ട് അവിടുത്തെ ഔട്ട്പുട്ടുമായിട്ട് പറയാം. സപ്പോസ് ദർ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ എൻ ഈക്വൽ ടു ഫൈ എൻ ഓഫ് എക്സ് എൻ യു. ഈ ഇൻപുട്ടായ എക്സിനെയും ഡിസിഷൻ വേരിയബിളായ യുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടെയുള്ള ഒരു ഫംഗ്ഷനാണ് ആര്, ഫൈ എൻ. ഫൈ എൻ ഈക്വൽ ടു, ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ ആൻഡ് യു കോൾഡ് ദ ഒബ്ജക്റ്റീവ് ഓർ റിട്ടേൺ ഫംഗ്ഷൻ. ഇവിടെ ഈ കേസിൽ ഓരോ സ്റ്റേജിലും നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഫംഗ്ഷനെയാണ് ഫൈ എൻ കൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻപുട്ട്, അവിടുത്തെ ഡിസിഷൻ വേരിയബിൾ യു, ഇതിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ടി എൻ എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ വഴി അവിടെ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിട്ടേൺ ഫംഗ്ഷനാണ് ഫൈ എൻ. Now, the problem is to determine u for the given input xn so that phi n is minimum or maximum subject to the constraint x naught is equal to Tn of xn u. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഡിസിഷൻ വേരിയബിൾ യു കണ്ടുപിടിക്കണം. എങ്ങനെ? അത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന അവിടുത്തെ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് അവിടെയുള്ള ഡിസിഷൻ വേരിയബിൾ യു കണ്ടുപിടിക്കണം. എങ്ങനെയെന്നാൽ അവിടുത്തെ റിട്ടേൺ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം. അത് ഏത് കേസാണോ അതനുസരിച്ചിട്ട് ഫൈ എന്ന് പറയുന്ന റിട്ടേൺ ഫംഗ്ഷനെ ഒന്ന് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക, സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഔട്ട്പുട്ട് എക്സ് നോട്ട് ആയിരിക്കണം. ആൻഡ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു, കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ടി എൻ ഓഫ് എക്സ് ആൻഡ് യു. ദറ്റ് ഈസ് ദ ഔട്ട്പുട്ട് എക്സ് നോട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഇൻപുട്ട് വേരിയബിൾ എക്സ് എൻ ആൻഡ് യു. അത്രയാണ് പറയുക. Now, let us suppose that the problem can be decomposed into a number of stages j, where j varies from 1 to etc. capital N with the xj represents the input at the jth stage. jth സ്റ്റേജിലുള്ള ഇൻപുട്ടിനെയാണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എക്സ് ജെ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ദ സിസ്റ്റം ഈസ് ഇമാജിൻ ടു പാസസ് ത്രൂ എ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അതിനെങ്ങനെ? ആദ്യം എക്സ് എൻ ആണ്, പിന്നെ ഉള്ളത് എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു, എക്സെട്ര എക്സ് വൺ ബിഫോർ ഇറ്റ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ് എക്സ് നോട്ട്. എക്സ് നോട്ടിൽ എത്തുന്നതിന് മുന്നേ എക്സ് എന്നിൽ നിന്ന് തുടങ്ങി പിന്നെ എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു, എക്സെട്ര എക്സ് എന്നിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, സോ the system is imagined to passes through a number of states xn minus 1, xn minus 2, etc. x1 before it reaches the final state x naught from the initial state xn. Each state അത്രയും പറയുന്നു. Now, each state xj minus 1 is a function of the input state xj and the decision variable vector uj. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് എടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് തൊട്ട് മുന്നേ നോക്കി അറിയാം, നമ്മൾ എക്സ് എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് യു എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് എക്സ് നോട്ടിലേക്ക് എത്തുക. അവിടെ നിന്ന് ഒരു ജെത്ത് സ്റ്റേജിനെ കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ജെ മൈനസ് വൺ ഈസ് എ ഫങ്ഷൻ, ടി എന്നുള്ളത് മാറി ഇവിടെ ടി ജെ ആയിട്ട് കൊടുത്തു, ടി ജെ ഓഫ്
ദി ഇൻപുട്ട് എക്സ് ജെ ആൻഡ് ദ ഡിസിഷൻ യു ജെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുക. ഈച്ച് സ്റ്റേജ് എക്സ് ജെ മൈനസ് 1 is a function of the input state xj and the decision vector uj. So xj minus 1 equal to tj of xj uj. Also assume that the jth stage there is a stage return function fj. അതായത് എക്സ് ജെൻ്റെ യു ജെൻ്റെ ഇങ്ങോട്ട് റിട്ടേൺ ഫംഗ്ഷൻ നേരത്തെ നമ്മൾ ഫൈൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ജെത്ത് സ്റ്റേജിൽ അവിടെ എക്സ് ജെൻ്റെ യു ജെനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിട്ടേൺ ഫംഗ്ഷൻ എന്നുള്ളതിനെ നമ്മളിവിടെ എഫ് ജെ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഫൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും എക്സ് നോട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റിട്ടേൺ ഫംഗ്ഷൻ ആയിരുന്നു ഫൈ എൻ. സോ ഫൈ എൻ എന്നുള്ളതിന് ഇപ്പോൾ എന്ത് പറയുക? ഓരോ സ്റ്റേറ്റിൽ ഫസ്റ്റ് nth സ്റ്റേജ് എഫ് എൻ അവിടെയുള്ള റിട്ടേൺ ഫംഗ്ഷൻ്റെ, അടുത്ത സ്റ്റേജിൽ എഫ് എൻ മൈനസ് 1 എക്സെട്ര F2 F1 എന്ന് പറയുന്ന റിട്ടേൺ ഫംഗ്ഷൻസിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. സോ ഫൈ എൻ ഈസ് ഈക്വൽ ടു phi n of fn minus 1 etc. F2 F1. Now applying equation 2 and 3. Equation 2 എന്ന് പറയുന്നത് എന്താ? Now equation 2 and 3. Equation 2 എന്ന് പറയുന്നത് xj minus 1 is a function of tj of xj and uj. ഇക്വേഷൻ 3 എന്ന് പറയുന്നത് ഓരോ റിട്ടേൺ ഫംഗ്ഷൻ എഫ് ജെ എന്ന് പറയുന്നതും എക്സ് ജെ യു ജെയുടെ ഫംഗ്ഷനാണ്. ഫൈ എന്ന് പറയുന്നത് എഫ് എൻ മൈനസ് 1 എക്സെട്ര F2 F1 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അപ്ലൈങ് ഇക്വേഷൻ 2 and 3. ഇൻ ഇക്വേഷൻ 4 വി ഗെറ്റ്, ഇത് ഇവിടെ ലാസ്റ്റ് ഫൈനൽ ആൻസർ എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ ഇത് മതി. പിന്നെ ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ എഴുതിയിട്ടിരിക്കുക. ഫൈ എൻ എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഫൈ എൻ ഓഫ് എഫ് എൻ. എഫ് എന്ന് പറയുന്നത് എന്താ? എഫ് ജെ എന്ന് പറയുന്നത് എഫ് ജെ ഓഫ് എക്സ് ജെ യു ജെ എന്നാണ്. അപ്പം എഫ് എൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് എൻ ഓഫ് എക്സ് എൻ യു എൻ എന്ന് വരും. എഫ് എൻ ഓഫ് എക്സ് എൻ യു എൻ. അടുത്തത് എഫ് എൻ മൈനസ് 1 എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? എഫ് എൻ മൈനസ് 1 ഓഫ് എക്സ് എൻ മൈനസ് 1 യു എൻ മൈനസ് 1 ഇങ്ങനെയാണ് വരിക. ഇനി ഇവിടെ നിങ്ങളിവിടെ നോക്കുമ്പോൾ അറിയാം, അവിടെ ചെറുതായിട്ട് കിടപ്പുണ്ട്. ഫൈ എൻ ഓഫ് ഫസ്റ്റ് വൺ എഫ് എന്ന് പകരമാണ് അവിടെ എഫ് എൻ ഓഫ് എക്സ് എൻ യു എന്നുള്ളത് കൊടുത്തിരിക്കുക. അടുത്തത് എഫ് എൻ മൈനസ് 1 ഓഫ് എക്സ് എൻ മൈനസ് 1 യു എൻ മൈനസ് 1 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ഇവിടെ ഈ എക്സ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ വീണ്ടും നമ്മൾ ഇക്വേഷൻ 2 അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയറിയാം എക്സ് എൻ മൈനസ് 1 അവിടെ നമ്മൾ ഓക്കെ നമ്മളൊന്നുകൂടി നോക്കുവാണെങ്കിൽ എഫ് എൻ ഓഫ് എക്സ് എൻ യു എൻ, അടുത്ത എന്ത് വരും? എഫ് എൻ മൈനസ് 1 ഓഫ് എക്സ് എൻ മൈനസ് 1 യു എൻ മൈനസ് 1. അടുത്തത് വരുവാണെങ്കിൽ എഫ് എൻ മൈനസ് 2 ഓഫ് എക്സ് എൻ മൈനസ് 2 യു എൻ മൈനസ് 2 എന്ന് പറഞ്ഞ് വരും, എക്സെട്ര അങ്ങനെ പോവാം. ഇപ്പം ഞാൻ ഈ ഒരു കേസിൻ്റെ മാത്രം പറയുവാണെങ്കിൽ വീണ്ടും ഈ എക്സ് എൻ മൈനസ് 1നെ കുറിച്ച് എന്ത് പറയാം? ഇക്വേഷൻ 2 യൂസ് ചെയ്യുവാണെങ്കിൽ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ജെ മൈനസ് 1 ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ജെ യു ജെ ആണെങ്കിൽ എക്സ് എൻ മൈനസ് 1 ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എൻ യു എൻ എന്ന് പറയാമല്ലോ. അപ്പോൾ ശരിക്കും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് വരും? നോക്കുവാണെങ്കിൽ എഫ് എൻ ഓഫ് എക്സ് എൻ യു എൻ, പിന്നെ അടുത്ത് എന്ത് വരും? എക്സ് എൻ മൈനസ് 1ന് പകരം എക്സ് എൻ യു എൻ കൊടുത്തു, വീണ്ടും യു എൻ മൈനസ് 1. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത് എടുക്കുവാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് പറയാം. അതായത് എഫ് എൻ മൈനസ് 2 ഓഫ് വെറുതെ എഴുതി നോക്കുവാണ്, എഫ് എൻ മൈനസ് 2 ഓഫ് എക്സ് എൻ മൈനസ് 2 യു എൻ മൈനസ് 2 ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജ് എക്സ് എൻ മൈനസ് 1 യു എൻ മൈനസ് 1 എന്ന് പറയും. ഇനി വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് എൻ മൈനസ് 1 എന്ന് പറയുന്നത്
നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇക്വേഷൻ 2 യൂസ് ആണെങ്കിൽ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എൻ ആൻഡ് യു എൻ എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നോക്കി, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എക്സ് എൻ യു എൻ മൈനസ് 1, ഇവിടെ ഒരു യു എൻ മൈനസ് 2 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുക. അപ്പോൾ ഫലത്തിൽ നമുക്കിതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എങ്ങനെ എഴുതിയാൽ മതി? ദാറ്റ് ഈസ് ഫൈ എൻ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എൻ ഉണ്ടായിരിക്കും, പിന്നെ ബാക്കി എക്സ് എൻ മൈനസ് 1 എന്നുണ്ടെങ്കിൽ ആ എക്സ് എൻ മൈനസ് 1 എന്ന് പറയുന്നുള്ളതിനെ നമ്മളെങ്ങനെ എഴുതും? ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എൻ യു എൻ എഴുതും. എക്സ് എൻ മൈനസ് 2 ഉണ്ടെങ്കിൽ അതിനെ നമ്മളെങ്ങനെ എഴുതും? ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എൻ മൈനസ് 1 യു എൻ മൈനസ് 1 എഴുതും. എഗെയിൻ എക്സ് എൻ മൈനസ് 1 ആരുടെ ഫംഗ്ഷനാണ്? എക്സ് എൻ്റെ യു എൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ വരുമ്പോൾ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. Phi n is a function of xn, un minus 1, un minus 2, etc. u1, u2, u1 അത്ര എഴുതിയാൽ മതി. സോ phi n is equal to phi n of xn. ഇനി u1, un minus 1, etc. u2, u1 എന്നുള്ളതിനെ നമ്മൾ ഒരൊറ്റ വെക്ടറായിട്ട് u ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ദിസ് സിറ്റുവേഷൻ മേ ബി represented diagrammatically by the following figure. xn using the decision vector un and using the transformation function tn, അവിടെയുള്ള റിട്ടേൺ ഫംഗ്ഷൻ fn ആണ്. എക്സ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. അവിടെ യു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഡിസിഷൻ വേരിയബിളും ടി എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് എക്സ് എൻ മൈനസ് 2 കിട്ടും. റിട്ടേൺ ഫംഗ്ഷൻ എഫ് എൻ മൈനസ് 1 ആണ്. എക്സെട്ര അങ്ങനെ പോയി ജെത്ത് സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ എക്സ് ജെ ഇൻപുട്ട്, യു ജെ ഡിസിഷൻ വേരിയബിൾ, എക്സ് ജെ മൈനസ് 1 ഔട്ട്പുട്ട് യൂസിങ് ദ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ടി ജെ ആൻഡ് റിട്ടേൺ ഫംഗ്ഷൻ എഫ് ജെ എക്സെട്ര കണ്ടിന്യൂ ചെയ്ത് പോയി. എക്സ് 1 എടുക്കുകയാണെങ്കിൽ എക്സ് 1 ഡിസിഷൻ വേരിയബിൾ യു 1, ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ടി 1, റിട്ടേൺ ഫംഗ്ഷൻ എഫ് 1. ഫൈനലി വി ഗോട്ട് ദ സ്റ്റേജ് എക്സ് നോട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തും. ഓക്കെ, എക്സ് നോട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെത്തും. ദിസ് ഈസ് ദ മോഡൽ ഓഫ് ദ സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് റിക്കർഷൻ ഫോർമുലയിലേക്ക് പോകാമെന്ന് നോക്കുകയാണ്. വി ഹാവ് phi n is of the form phi n is equal to fn composition, fn minus 1 composition, etc. f2 composition, f1. Capital Fn of xn is equal to minimum of phi n, that is minimum of which depends on the decision variable un minus 1, etc. u1. phi n പകരം fn composition, fn minus 1 composition, etc. composition f1. that is equal to, ഇതിനെ റിക്കേഴ്സീവ് ഫോർമുല ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, മിനിമം ഓവർ യു എൻ. എഫ് എൻ അവിടെ നിർത്തി, എഫ് എൻ പിന്നെ ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്ത് വീണ്ടും എങ്ങനെ എഴുതാം? മിനിമം ഓവർ യു എൻ മൈനസ് 1, യു എൻ മൈനസ് 2, എക്സെട്ര യു 1, എഫ് എൻ മൈനസ് 1, എഫ് എൻ മൈനസ് 2, എഫ് എൻ മൈനസ് 1 കോമ്പോസിഷൻ, എഫ് എൻ മൈനസ് 2, എക്സെട്ര കോമ്പോസിഷൻ എഫ് 1. that is equal to min over un fn composition capital Fn minus 1 of xn minus 1. In general, the recursive formula is capital F1 of x1 is equal to min over u1 f1, or capital Fj of xj is equal to min over uj small fj into capital Fj minus 1 of xj minus 1, subject to constraint ഏതായിരുന്നു? എക്സ് ജെ മൈനസ് 1 is equal to ടി ജെ ഓഫ് എക്സ് ജെ യു ജെ, where j is equal to 2, 3, etc. up to capital N, which may be enable us to solve the minimum problem recursively. ഇനി ഈ റിക്കേഴ്സീവ് ഫോർമുല അത്ര സ്യൂട്ടബിൾ അല്ല എന്ന് കാണിക്കുന്നതാണ് അടുത്തൊരു എക്സാമ്പിളാണിത്. Consider the example, maximize phi 3, f3, f2, f1, where f3 equal to u3, f2 equal to u2, f1 equal to u1, subject to 1 less than or equal to u1 less than or equal to 3 minus 2 less than or equal to u2 less than or equal to minus 1 less than or equal to u3 less than or equal to 0. അത്ര തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിക്കേഴ്സീവ് ഫോർമുല അനുസരിച്ചിട്ട് ക്യാപിറ്റൽ എഫ് 1 ഓഫ് എക്സ് 1 എന്ന് പറയുന്നത് എന്താ? മാക്സ് ഓവർ യു 1 എഫ് 1, ദാറ്റ് ഇസ് മാക്സ് ഓവർ യു 1 എന്ന് പറയുന്ന ഇതാണ് ഇവിടുത്തെ ഓക്കെ. അപ്പോൾ യു 1ൻ്റെ പോസിബിൾ വാല്യൂസ് അനുസരിച്ചിട്ട് അവിടുത്തെ മാക്സിമം എന്ന് പറയുന്നത് എന്താ? 3. ഇനി ക്യാപിറ്റൽ എഫ് 2 ഓഫ് എക്സ് 2 എന്ന് പറയുന്നത് എന്താ? മാക്സ് ഓവർ യു 2 എഫ് 2 കോമ്പോസിഷൻ, ഫോർമുല അനുസരിച്ച് എഫ് 2 കോമ്പോസിഷൻ ക്യാപിറ്റൽ എഫ് 1 ഓഫ് എക്സ് 1, ദാറ്റ് ഈസ് മാക്സ് ഓവർ യു 2 എഫ് 2 എന്ന് പറയുന്നത് എഫ് 2 എന്ന് പറയുന്നത് യു 2 ആണ്. ക്യാപിറ്റൽ എഫ് 1 ഓഫ് എക്സ് 1 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 u 2 എന്ന് കിട്ടി. ഇനി ഓവർ യു 2 ഈ വേരിയേഷൻ ആകുമ്പോൾ മാക്സിമം ഓഫ് 3 u 2 എന്ന് പറയുന്നത് അവിടെ എന്താ? -3 ആയിരിക്കും. -1 കൊടുക്കുമ്പോഴേ അവിടെ മാക്സിമം കിട്ടുള്ളൂ.
-2 കൊടുക്കുമ്പോൾ -6 ആയി പോകും. സോ മാക്സിമം എന്ന് പറയുന്നത് ആ കേസിൽ -3 ആണ്. ആൻഡ് ക്യാപിറ്റൽ F3 ഓഫ് x3 എന്ന് പറയുമ്പോൾ max/u3 ഈ ഫോർമുല അനുസരിച്ചിട്ട്, അതായത് ഇക്വേഷൻ 5ലെ ഫോർമുല അനുസരിച്ചിട്ട് F3 കോമ്പോസിഷൻ ക്യാപിറ്റൽ F2 ഓഫ് x2 ദാറ്റ് ഈസ് ഈക്വൽ ടു max/u3. F3 എന്ന് പറയുന്നത് അവിടെ u3 ആണ്. ക്യാപിറ്റൽ F2 ഓഫ് x2 എന്ന് പറയുമ്പോൾ -3 കിട്ടിയിട്ടുണ്ട്. സോ max/u3 -3u3 എന്ന് കിട്ടും. u3ൻ്റെ ഈ വേരിയേഷൻ അനുസരിച്ചിട്ട് അവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് -1 കൊടുക്കുമ്പോൾ ഉള്ള 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ F3 ഓഫ് x3 3 ആണ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ u1 u2 u3ൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ബട്ട് ദ സൊല്യൂഷൻ ഈസ് ഒബിയസ്ലി മാക്സിമം ഫൈവ് 3 ഈക്വൽ ടു 6 കറസ്പോണ്ടിങ് ടു u1 3, u2 -2, u3 -1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 × -2 × -1 പ്രൊഡക്റ്റ് 6 മാക്സിമം. അതിലും ഇവിടെ കിട്ടിയ 3യേക്കാളും വലിയ വാല്യൂ 6 ഇവിടെ കിട്ടുന്നുണ്ട്. മാക്സിമം 5 3 ഈക്വൽ ടു 6 കറസ്പോണ്ടിങ് ടു u1 ഈക്വൽ ടു 3, u2 ഈക്വൽ ടു -2, u3 ഈക്വൽ ടു -1. സോ ദ അബോവ് പ്രൊസീജിയർ ഡസ് നോട്ട് വർക്ക് ഓൾവേസ്. എപ്പോഴും ഈ റിക്കർസീവ് ഫോർമുല വർക്ക് ചെയ്യണമെന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ഡീകമ്പോസിഷൻ ഒരു പ്രോബ്ലം എപ്പോഴാണ് ഡീകമ്പോസിബിൾ പ്രോബ്ലം ആണെന്ന് പറയുക. അപ്പം ഇത് മെയിനായിട്ട് അതിൻ്റെ ഐഡിയ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇക്വേഷൻ 5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒരു റിക്കർസീവ് ഫോർമുല കണ്ടു. ഈ റിക്കർസീവ് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, റിക്കർസീവ് ഫോർമുല ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രോബ്ലത്തെയാണ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ അത് ഡീകമ്പോസിബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് ഡീകമ്പോസിഷൻ. We call an optimization problem decomposable if it can be solved by the recursive optimization through n stages. At each stage, the optimization being done over one decision variable. ഓരോ പല n സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റേജിൽ ഒരു വേരിയബിളിന് നമ്മൾ ഒപ്റ്റിമൈസേഷൻ കൊടുക്കും. ഇൻ മാത്തമാറ്റിക്കൽ ടേംസ്, ഇക്വേഷൻ 5 ഈസ് വാലിഡ് ഇൻഡിക്കേറ്റ് ഡീകമ്പോസിബിലിറ്റി. മാത്തമാറ്റിക്കൽ ടേംസിൽ ഒരു പ്രോബ്ലത്തിൽ നമ്മളിവിടെ കണ്ടിരുന്ന ഇക്വേഷൻ 5 ഈ രണ്ട് ഇക്വേഷനോട് അതുകൊണ്ട് കൂടി ഇക്വേഷൻ 5 ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിൽ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലത്തിന് നമുക്ക് ഡീകമ്പോസിബിൾ ആണെന്ന് പറയാം. ദെൻ അടുത്തത് മോണോട്ടോണിസിറ്റി. അത് നമുക്കറിയാവുന്ന ഡെഫിനേഷൻ തന്നെയാണ്. മോണോട്ടോണിസിറ്റി, ദ ഫങ്ഷൻ f of xy is said to be monotonic non decreasing എന്ന് പറയുമ്പോൾ ഡിക്രീസിങ് അല്ല, നോൺ ഡിക്രീസിങ്, ഇൻക്രീസിങ് ഒക്കെ വരാം. ആ കേസിൽ നമുക്ക് എന്താ പറയുക, ഫോർ y ആൻഡ് ഫോർ എവറി ഫീസിബിൾ വാല്യൂസ് ഓഫ് എക്സ് y1 ഗ്രേറ്റർ ദാൻ y2 ആണെങ്കിൽ, ഇൻക്രീസിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം, ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും f of xy1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of xy2 ആയിരിക്കണം. ഫോർ എവറി ഫീസിബിൾ വാല്യൂസ് ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ അത് മോണോട്ടോണിക് നോൺ ഡിക്രീസിങ് ആണ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ആണ്. അതുപോലെ നേരെ തിരിച്ച് ഇറ്റ് ഈസ് സെഡ് ടു ബി മോണോട്ടോണിക് നോൺ ഇൻക്രീസിങ് ഇഫ് y1 ഗ്രേറ്റർ ദാൻ y2 ഇംപ്ലൈസ് f of xy1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of xy2 ഫോർ എവറി ഫീസിബിൾ വാല്യൂസ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും അവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്തത് തിയറമാണ്, നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.